എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചെമ്പരത്തി പൂവ് വെച്ചിട്ടുള്ളൊരു ടീ ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന 5 ഇതളിൻ്റെ ചെമ്പരത്തി വെച്ചിട്ടും ചെയ്യാം. വളരെ ഹെൽത്തിയാണ്, അതിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ വഴിയെ പറയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഉണങ്ങിയ ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത്. ഇത് വാങ്ങിക്കാൻ കിട്ടിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നവരങ്ങനെ എടുക്കുക. വീട്ടിലുള്ളവർ ഡ്രൈ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടോ എടുക്കാവുന്നതാണ്. നമ്മൾ 2 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് സോസ് പാനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെമ്പരത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് തീരുമാനിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെമ്പരത്തിപ്പൂ നമ്മളിതിലേക്ക് ഇടുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളറ് മാറി ഒരു ലൈറ്റ് പിങ്ക് കളറായി മാറും. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ആ ഒരു റെഡ് കളറിലേക്ക് പോകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ചെമ്പരത്തിപ്പൂ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞ് നമ്മൾ കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിയുടെ ടേസ്റ്റുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ടീ കുടിക്കുന്നത്. ആൻറ്റി ആണ്, വൈറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കൊക്കെ കുടിക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പം ഇത് ഉള്ളവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുടിക്കാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഹണി ചേർക്കാം. ഹണി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടീയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പുളിപ്പാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ലെമൺ ടീ ആയിട്ട് കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് ഐസൊക്കെ ഇട്ട് ഐസ് ടീ ആയിട്ടും കുടിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുടിക്കാം. നമ്മളിവിടെ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചിട്ട് ആണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കിട്ടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീട്ടിലെന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ചെമ്പരത്തിപ്പൂവൊക്കെ കാണും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയുടെ ഇതളുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി, നിങ്ങൾക്ക് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ ആക്കി സൂക്ഷിച്ച് വെച്ച് ഇഷ്ടമുള്ളപ്പോൾ നമുക്കിതുപോലെ ടീ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്